ഞങ്ങളെ പരിചയപ്പെട്ടു. അപ്പൊ ഇവർക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. മോൾക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. താരൻ വന്നിട്ട് മുടിയൊക്കെ ചെട കെട്ടി അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. മേലൊക്കെ അലർജി വന്ന് പൊങ്ങി. അപ്പൊ ട്യൂഷൻ മിസ്സാണ് ഇതേപോലെ ഒരു പ്രോഗ്രാം ഉണ്ട് ഒന്ന് കേറി നോക്കാം. അപ്പൊ അങ്ങനെ കോച്ചസ് വന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് താരനുണ്ടായിരുന്നു തലയില്, പെട്ടെന്നാ കൂടിയത്. പിന്നെ എപ്പോഴും തുമ്മലായിരുന്നു അലർജിയുടെ പ്രശ്നം കാരണം. അലർജിയുടെ പ്രശ്നം കാരണം പിന്നെ എപ്പോഴും എനിക്ക് ക്ഷീണമായിരുന്നു. എപ്പോഴും ഇരിക്കണം, കിടക്കണം, അങ്ങനെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. രാത്രി കിടക്കാൻ ബോഡിയിലേക്ക് വരുമോ? പറ്റില്ലായിരുന്നു. എങ്ങനെയായിരുന്നു? തലയിൽ മാത്രമായിരുന്നോ അതോ ബോഡിയിലേക്ക് വരുമോ? തലയില് ചൊറിയുന്നുണ്ടായിരുന്നു. പിന്നെ കാലിലും കയ്യിലൊക്കെ ഭയങ്കര കുരുവൊക്കെ വന്ന് പൊന്തി അലർജിയുടെ പ്രശ്നമായി. മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കും ഇത് വരാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും? വെള്ളം കുടിക്കുന്ന കുറവായിരുന്നു. വെള്ളം കുടിക്കുന്നവരോ? നോക്കിയേ 10 ദിവസം കഴിഞ്ഞപ്പോൾ സ്കിന്ന് നോക്കിയേ. എന്റെ അമ്മ, എനിക്ക് ദിസ് ഇസ് അൺബിലീവബിൾ കേട്ടോ. എനിക്ക് എന്റെ ഒരു കോച്ചിങ് എക്സ്പീരിയൻസ് വളരെ സന്തോഷം. മോളുടെ വന്ന സമയത്ത് ആദ്യം അവള് പറയുന്ന സമയത്ത് താരൻ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ വരുന്നൊരു വിഷമമായിരുന്നു അവൾക്ക്. അതിനുശേഷം പിന്നെ അവളുടെ എനർജി പറയാൻ തുടങ്ങി, കോൺഫിഡൻസ് പറയാൻ തുടങ്ങി. അതിനുശേഷം ഭയങ്കര ക്ഷീണമാകാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് അവൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രാവിലെ വൈകിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു ചിലപ്പോൾ അതിന്റെ ഒരു ടയർഡ്നെസ് ആണെന്ന് വിചാരിച്ചു. പിന്നെ ഫേസിൽ ഇങ്ങനെ വല്ലാതെ വരാൻ തുടങ്ങി, ഡ്രൈ ആവാൻ തുടങ്ങി. അതിനുശേഷം അവളുടെ മുടി നല്ല മുടിയായിരുന്നു. അപ്പൊ മുടി ഇങ്ങനെ ജട പിടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവൾ എന്നോട് പറയാൻ തുടങ്ങിയത്. അപ്പൊ ആദ്യം അവൾ പറയുമ്പോൾ തൊട്ട് എനിക്കിത് പറയണം എന്നുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിനെ കുറിച്ച്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇപ്പൊ പറയാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ആ മുടി ജട പിടിച്ചിട്ട് അവളുടെ അത് കൂടി വന്ന ഒരു ദിവസം സങ്കടത്തിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാനിത് പറയാതിരുന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അമ്മേനെ വിളിച്ചിട്ട് പറയുകയാണ് ചെയ്തത്. അപ്പൊ ശോഭിതയാണെങ്കിൽ അവളുടെ മുടിയുടെ കനം കുറക്കാൻ വേണ്ടിയിട്ട് അവൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെട്ടി കൊടുക്കുമായിരുന്നു. ജട ഭയങ്കരമായിട്ട് ഇങ്ങനെ അറ്റൊക്കെ ഇങ്ങനെ ഇതായി കണ്ടതല്ലാണ്ട് പോലെ തോന്നുന്നു. അപ്പോഴാണ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് ശോഭിതനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിറ്റി പരിചയപ്പെടുത്തി കൊടുത്തത്. തേർഡ് ഡേ തന്നെ അവളുടെ സ്കിന്നിൽ ഡിഫറൻസ് വന്നു. ഇപ്പൊ അവളുടെ കോൺഫിഡൻസ് കൂടി, എനർജി ലെവൽ കൂടി. പഠിക്കുന്ന സമയത്ത് നേരത്തെ ആ കോൺഫിഡൻസ് കുറവൊക്കെ കൊണ്ട് മാർക്ക് ക്ലാസ്സിലൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ ആള് സെൽഫായിട്ട് കുറച്ചൊരു സെൽഫ് ഡിഫൻസീവ് മോഡിലായിരുന്നു. അതൊക്കെ മാറി, നല്ല കോൺഫിഡന്റ് ആയി, നല്ല മിടുക്കിയായിട്ട് വരുന്നുണ്ട്. അമൃതിന്റെ കൈ ഇങ്ങനെ വിട്ടുപോലെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര റഫ് സ്കിൻ ആയിരുന്നു. എലിഫന്റ് സ്കിൻ പോലെയായിരുന്നു അവർ ഇരുന്നത്. ഇപ്പൊ ഭയങ്കര